ഇപ്പം രാഷ്ട്രീയം പറയാം. രാഷ്ട്ര നിർമ്മിതിയാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില, അല്ലെ അടിസ്ഥാന പ്രമാണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്നാൽ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ സ്ഥാനാർത്ഥികളാണ്, ഭരണകർത്താക്കളെ അല്ല. ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അരക്ഷിത അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി തുടരുന്നേ ഉള്ളൂ. എന്ന് മാത്രമല്ല, മാസങ്ങളായിട്ട് ഇവരാരും ജനാധിപത്യത്തെക്കുറിച്ചോ ജനത്തിൻ്റെ നന്മയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. സ്വന്തം അധികാരത്തിനും പാർട്ടിയുടെ വിജയത്തിനും വേണ്ടി ചാനലുകളിലൊക്കെ വന്നിരുന്ന 10-80 വയസ്സ് കഴിഞ്ഞവൻ തൊട്ട് വന്നിരുന്ന് പുളിച്ച വർത്തമാനം പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ ചുമ്മാ ഇരുന്ന് പല്ലിടിക്കുകയാണ്. സ്വയം തന്നോട് തന്നെ കൊഞ്ഞനം കുത്തുന്ന മലയാളികളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കേരളം എന്ന് നമുക്ക് കേന്ദ്ര പാർലമെന്റ് കനിഞ്ഞ് തന്ന പേരുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് കേരളം എന്ന് കേട്ടാലും നമുക്ക് അഭിമാനം തോന്നണമെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ അളിഞ്ഞു പൊളിഞ്ഞ രാഷ്ട്രീയ വേതാളന്മാരെ തിരിച്ചറിയാൻ കൂടി നമുക്ക് പറ്റണ്ടേ. ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ കടമയും കടപ്പാടുമാണത്. ഏറ്റവും തിരക്കുള്ള സമയത്തൊക്കെ വന്നിരുന്നുകൊണ്ട് കൊഞ്ഞനം കുത്തി ജനത്തെ കാണിക്കുകയാണ് രാഷ്ട്രീയക്കാർ. ഇലക്ഷന് വേണ്ടത് പ്രോഗ്രാമാണ്, ജനങ്ങൾക്കുള്ള അജണ്ടയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കേണ്ടത്. വേറൊരുത്തനെ കാണുമ്പം അവനെ ചീത്ത വിളിക്കുക, മീഡിയക്കാരോട് തട്ടിക്കയറുക, അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ അത് പ്രതിപക്ഷമാണേലും ഭരണപക്ഷത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ പക്ഷമില്ല, ആകെ ഒരു പക്ഷമേ ഉള്ളൂ, ഇലക്ഷൻ പക്ഷം. ഈ ഇലക്ഷൻ പക്ഷത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം കോനാകൃതികളാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം കാണുമ്പോൾ TV ചാനലുകൾ ഓഫാക്കി വെറുതെ ഇരുന്ന് ഇവരെ പ്രാകാൻ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാമാന്യ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള മനുഷ്യരൊക്കെ ഈ വൈതാളിക പ്രഖ്യാപനങ്ങളെല്ലാം കണ്ട് ഉള്ളിൽ കൊഞ്ഞനം കുത്തുകയാണ്. ഞങ്ങൾക്കറിയാൻ മേലെ ആർ വോട്ട് ചെയ്യണമെന്ന്, ഞങ്ങളെന്നാ ബോധമില്ലാത്തവരാണ് എന്ന് തൻ്റെ ഇടത്തോടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ജനാധിപത്യവും ജനാധിപത്യ പ്രക്രിയയുമാണ് വേണ്ടത്. വിദേശങ്ങളിലൊക്കെ ഇലക്ഷൻ ടൈമിൽ എത്രയോ നോബിളായിട്ടാണ്, എത്രയോ മാന്യ മര്യാദയോടുകൂടിയാണ് വാസ്തവത്തിലെ TV-കളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്നത്. അവിടെ വഴി തടയലോ വൻ പ്രഖ്യാപനങ്ങളോ ഒന്നും, ഡിബേറ്റുകളാണ് നടക്കുക. ഈ ഡിബേറ്റുകളുടെ വെളിച്ചത്തിലാണ് ഒരുവൻ്റെ കഴിവ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യും എന്ന് ജനത്തോട് പ്രതിപാദിക്കുക, വിവരിച്ചു കൊടുക്കുക. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ശരി ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന, ജനാധിപത്യം കൈമുതലായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുക. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന ഓരോ നേരവും വന്ന് ഏറ്റവും തിരക്കുള്ള അല്ല മൂല്യമുള്ള സമയത്ത് വന്നിരുന്നു കൊണ്ട് കൊഞ്ഞനം കുത്തി ജനത്തെ കളിയാക്കുന്ന, ജനാധിപത്യത്തിന് തിരശീല ഇടുന്ന പ്രക്രിയകളാണ് നമ്മൾക്ക് കാണുക. പറയാതിരിക്കാൻ വയ്യ. ഇന്ന് ഇലക്ഷൻ കാലത്ത് ഒരുത്തിനും അധികാരമൊന്നുമില്ല. അധികാരി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. തമ്പുരാനാണെന്നോ എമ്പുരാനാണെന്നോ ഒക്കെ പറയാവുന്നേ ഉള്ളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷണർക്കാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് പുതിയ നിയമസഭ വരുന്നതുവരെ, അതുവരെയുള്ളതൊരു കെയർ ടേക്കിംഗ്, തൽക്കാലത്തേക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം. അത് മുഖ്യമന്ത്രിയാണേലും മറ്റു മന്ത്രിമാരാണേലും പ്രതിപക്ഷ നേതാവാണേലും ഏത് നേതാവാണെങ്കിലും അത്രയൊക്കെ ഉള്ളൂ. അത് തിരിച്ചറിയണം. ഇനി ഇലക്ഷന് വേണ്ടിയിട്ട് ജനങ്ങളോടാണ് സംസാരിക്കേണ്ടത്. അന്യോന്യം കൊഞ്ഞനം കുത്തുകയും ചീത്ത വിളിക്കുകയും ചേരാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കയറുകയൊക്കെ ചെയ്യുക. ഒരുത്തനൊന്ന് പറഞ്ഞു, മറ്റവൻ അതിനെതിരെ പറഞ്ഞു, വേറൊരുത്തൻ പറഞ്ഞു, അതിന് മൂന്നിരട്ടി വേറൊരുവൻ തിരിച്ചു. ഇതൊക്കെ ജനാധിപത്യമാണ്, ഇതൊക്കെ ചന്ത രാഷ്ട്രീയമല്ലേ എന്ന് ബോധമുള്ള ജനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
ചന്തരാഷ്ട്രീയം പറയുന്നവരെ താഴെ ഇറക്കാൻ എന്ന് പറഞ്ഞെന്ന അവരുടെ തോന്നിവാസമുള്ള തേൻമൊഴികളൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ, ടി വി ഓഫ് ചെയ്യാനായിട്ട്, ടി വിയോട് നടത്തുന്നവരോട് അതിനുള്ള അതൃപ്തി പറയാനായിട്ടെങ്കിലുമുള്ള ആണത്തം വേണ്ടേ, ചങ്കുറപ്പ് വേണ്ടേ ഈ ജനാധിപത്യത്തിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. രാഷ്ട്രീയവും ഇലക്ഷനും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ജനങ്ങൾക്കാകെയുള്ളത് ഒരു വോട്ടാണ്. ആ വോട്ടിനു വേണ്ടി നടത്തുന്ന കള്ളക്കഥകളും പ്രചാരണങ്ങളുമൊക്കെ എത്രയോ നീചമാണ്. ജനാധിപത്യത്തെ വലിച്ചു കീറി ഇല്ലായ്മ ചെയ്യലല്ലേ എന്ന് ഈ വ്യക്തികളൊക്കെ, ഈ രാഷ്ട്രീയം പറഞ്ഞ് നാറ്റം നടത്തുന്ന ഈ ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനൊക്കെ വളരെ വിഷമത്തോടെ ഇത് പറയുന്നു. കാരണം നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ബോധപൂർവം ഒന്ന് രാഷ്ട്രീയത്തെ, കേരള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ പല പല ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം എന്ന് പണ്ടൊരു കവി പാടി. അതല്ലേ നടക്കുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടത്? പവർ എടുക്കുക, അധികാരം പിടിക്കുക, സ്വന്തം കീശ വീർപ്പിക്കുക, അല്പമൊക്കെ പാർട്ടിയെ വളർത്തുക. ഇതിനപ്പുറത്തൊന്നും ചെയ്യുന്നില്ല. ജനകീയമായ ഒരജണ്ടയോ ചർച്ചകളോ ഒരു ഡിബേറ്റോ നടത്തിയാൽ മാത്രമേ നന്മ മനുഷ്യന് വരൂ എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും, അല്പമെങ്കിലും, ഏതോ ഒരു സിനിമയിലെ സുകുമാരി, മരിച്ചുപോയ സുകുമാരി പറയും, ഇവൻ അല്പം ബുദ്ധി കൊടുത്തെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് പറയുന്നത് പറയാനേ എനിക്കും അല്പം ചിന്തിക്കുന്ന മനുഷ്യർക്ക് സാധിക്കൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഈ വേണ്ടാത്ത രീതിയിൽ ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന രാഷ്ട്രീയ വേതാളന്മാർക്കും വേണം എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ എന്ന് കൂട്ടി ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്.